ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെയ്ദ് റളിയല്ലാഹു അൻഹു തലാഖ് ചൊല്ലിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. അത് സാധാരണ വിവാഹം പോലെ പിതാക്കൾ മുഖേന വിവാഹം നടന്നതല്ല, അല്ലാഹു പ്രത്യേകമായി വിവാഹം ചെയ്തു കൊടുത്തതാണ്. പരിശുദ്ധ ഖുർആനിൽ സവ്വജ്നാകഹ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു വിവാഹം ചെയ്തു കൊടുത്തതാണ്. ആ സംഭവത്തെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് സൂറത്തുൽ അഹ്സാബിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുന്ന സ്ഥലത്തു നിന്ന് മൗലവി ടി.കെ. അബ്ദുള്ള മൗലവിയുടെ ഖുർആൻ പരിഭാഷ എടുത്തിട്ട് വായിച്ചിട്ട് പറയുന്നതൊന്ന്, അയാളെ വകയിൽ കൂട്ടിച്ചേർത്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മറ്റൊന്ന്. അതാണ് നിങ്ങൾക്കിനി കേൾപ്പിക്കാൻ പോകുന്നത്. മൗലവിയുടെ തോന്നിവാസം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. ശരിക്കും കേട്ടോ, മൗലവി എന്താ പറഞ്ഞത്? ടി.കെ. അബ്ദുള്ള മൗലവി എഴുതിയിട്ടുണ്ടോ? ഖുർആൻ പരിഭാഷയാണ്, ജലാലൈന്റെ പരിഭാഷയാണ്. പരിഭാഷ വാസ്തവത്തിൽ ഞാൻ ഒരു പരിഭാഷയെ അംഗീകരിക്കാത്ത ആളാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാ. എന്നാൽ എന്റെ മുമ്പിൽ ഇത് കൊണ്ടുവരേണ്ട ആവശ്യം തന്നെയില്ല. എന്നാലും ഞാൻ പറയാം, ഒരാൾ കള്ളം പറയാൻ പാടില്ല. എന്താ പറഞ്ഞു എന്നിട്ട് മൗലവി പറയുന്നത് കേട്ടോളി. ആദ്യം പറഞ്ഞത് സെയ്ദിന്റെ ഭാര്യയോട് സ്നേഹം തോന്നിയെന്നും സെയ്ദ് ത്വലാഖ് ചൊല്ലിയാൽ തനിക്ക് വിവാഹം കഴിക്കാമായിരുന്നുവെന്നും എഴുതി വിട്ടില്ലേ? അങ്ങനെ എഴുതി വിട്ടിട്ടില്ല. ശരിക്ക് ശ്രദ്ധിച്ചു വെച്ചോ. സ്നേഹം തോന്നി എന്ന് നിങ്ങൾക്കതിൽ കാണാൻ സാധ്യമല്ല. വിവാഹം കഴിക്കാമായിരുന്നു എന്ന് അതിൽ കാണാൻ സാധ്യമല്ല. ആ രണ്ട് വാചകവും മൗലവി പച്ചക്കള്ളം ടി.കെയുടെ പേരിൽ എടുത്തു പറഞ്ഞതാണ്. ഇനി ഒരു കള്ളത്തരം കൂടി മൗലവി പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കട്ടെ. പുതിയാപ്പിളയായ സെയ്ദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്ന് ഇവർ എഴുതി വിട്ടിട്ടില്ലേ? എഴുതി വിട്ടിട്ടില്ല. അങ്ങനെയും എഴുതി വിട്ടിട്ടില്ല. മൗലവി പച്ചക്കള്ളം പറയാണ്. ഇനി എന്താ എഴുതിയ വാചകം എന്ന് മൗലവിന്റെ നാവ് കൊണ്ട് തന്നെ അയാൾ നോക്കിയൊന്ന് വായിക്കട്ടെ. ആയത്തിന്റെ വിശദീകരണത്തിൽ ടി.കെ. അബ്ദുള്ള മൗലവി തഫ്സീർ ജലാലൈനിയിലുള്ളതാണ്. തഫ്സീർ ജലാലൈനിയുടെ പരിഭാഷയാണ് ടി.കെയുടെ പരിഭാഷ. ഞാൻ വെറുതെ പറയുന്നതാണോ? ബ്രാക്കറ്റിൽ നമുക്ക് കാണാം, അവരോടുള്ള സ്നേഹവും, ആരോട്? സൈനബ റളിയല്ലാഹു തആല അൻഹയോടുള്ള സ്നേഹവും സെയ്ദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും താങ്കളുടെ മനസ്സിൽ ഗോപ്യമാക്കി. എന്നാ മൗലവി നിങ്ങൾ പറഞ്ഞതുപോലെ സ്നേഹം തോന്നി എന്ന് നിങ്ങൾ പറഞ്ഞ ആരോപണം ഉന്നയിച്ച വാചകം അതിൽ പറഞ്ഞ വാചകത്തിലില്ല. വിവാഹം കഴിക്കാമെന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ വാചകവും അവിടെ ഇല്ല. എന്താ പറഞ്ഞിട്ടുള്ളത്? ശരിക്ക് കേട്ടോളൂ. പറഞ്ഞ വാചകം ഇത്രയേ ഉള്ളൂ: അവരോടുള്ള സ്നേഹവും സെയ്ദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും താങ്കളുടെ മനസ്സിൽ ഗോപ്യമാക്കി. ഇവിടെ എവിടെയാണ് മൗലവി സ്നേഹം തോന്നി എന്ന വാചകമുള്ളത്? അതുപോലെ വിവാഹം കഴിക്കാമായിരുന്നു എന്നുള്ളത്, വിവാഹം കഴിക്കാമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളത്, ഈ മൂന്ന് വാചകവും നിങ്ങളെ നാട്ടിലൂടെ നിങ്ങൾ പച്ചക്കള്ളം ടി.കെയുടെ പേരിൽ വെച്ച് കെട്ടിയതല്ലേ? ജലാലൈനിയുടെ പേരിൽ നിങ്ങൾ വെച്ച് കെട്ടിയതല്ലേ? അവിടെ ഇത്രയേ ഉള്ളൂ: അവരോടുള്ള സ്നേഹവും സെയ്ദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹമല്ലാതെ വെറുപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമകന്റെ ഭാര്യയോട് നബി തങ്ങൾക്ക് വല്ല വെറുപ്പും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ മുഴുവനും സ്നേഹിക്കുന്നവരല്ലേ? ഏത് പാവപ്പെട്ട സ്ത്രീയെയും സ്നേഹിക്കുന്നവരല്ലേ? മറിച്ച് നിങ്ങൾ അതിന് ദുരുദ്ദേശപരമായ അർത്ഥം ധ്വനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നും തോന്നി എന്നുമൊക്കെ നിങ്ങളെ വകയിൽ തോന്നിവാസം കൂട്ടിച്ചേർത്തതല്ലേ മൗലവി? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, സെയ്ദ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ ഒഴിവാക്കുമെന്നും ഒഴിവാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വിവാഹം കഴിച്ചു കൊടുക്കുമെന്നും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സ്ത്രീയോട് സ്നേഹത്തിനൊരു കുറവുണ്ടാവുകയില്ലെന്നും ആ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നേരത്തെ അറിയിച്ചു കൊടുത്തിരുന്നു. അത് സെയ്ദിനോട് പറയാതെ, ജനങ്ങളോട് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഗോപ്യമാക്കി വെച്ചിരുന്നു. അത് സദുദ്ദേശപരമായി ഗോപ്യമാക്കി വെച്ചത്
പറഞ്ഞതാണ്. അള്ള നേരത്തെ അറിയിച്ചു കൊടുത്ത കാര്യം അത് അറിയിച്ചു കൊടുക്കൽ ആവശ്യമില്ലാത്തൊരു സമയത്ത് അറിയിച്ചു കൊടുത്തില്ല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അതേ പരിഭാഷയുടെ കുറച്ചിങ്ങോട്ടെത്തുമ്പോൾ അള്ളാഹു തനിക്ക് അനുവദിച്ചതിൽ പ്രവാചകന്റെ മേൽ യാതൊരു തെറ്റുമില്ല എന്ന് അതേ പരിഭാഷയിൽ തന്നെ ഇല്ലേ? അതൊക്കെ നിങ്ങൾ മൂടി വെച്ചിട്ട് നിങ്ങൾ ആ പരിഭാഷ എഴുതിയ മരണപ്പെട്ടു പോയ PK മൗലവിയെ നിങ്ങൾ വെറുതെ ചീത്ത പറഞ്ഞതല്ലേ മൗലവി, തെറ്റിദ്ധരിപ്പിച്ചതല്ലേ മൗലവി? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ വിഷയത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പേരിൽ ആരോപണം പറഞ്ഞ മൗലവി എന്തൊരു തോന്നിവാസിമാ നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. പച്ച കള്ളം പറഞ്ഞ മൗലവി, നിങ്ങളെ തോന്നിവാസം ഇനിയെങ്കിലും നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ഞാനിതാ കേൾപ്പിക്കുന്നു. ഞങ്ങളുടെ നേതാവ് കാന്തപുരം ഉസ്താദ് എഴുതിയ പുസ്തകത്തിൽ വായിക്കുന്നു, കേട്ടോളൂ. ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള ആ ആയത്തൊക്കെ ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാണ്, ഇതടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കുറ്റവും ആരോപിക്കാൻ സാധ്യമല്ല. സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല വിവാഹം കഴിച്ചിരുന്നത് എന്ന് ഖുർആൻ സൂക്തം വ്യക്തമാക്കുന്നു. സവ്വജിനാകഹ, അവളെ തങ്ങൾക്ക് നാം വിവാഹം കഴിച്ചു തന്നു എന്ന വാക്യത്തിൽ നിന്ന് ഈ വിവാഹം അള്ളാഹുവിൽ നിന്നും നേരിട്ടുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനിയും കേട്ടോളൂ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എഴുതിയാണ്, ഈ വിവാഹത്തിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യവുമില്ലായിരുന്നു. മേൽ സൂക്തത്തിലെ ദത്തുപുത്രന്മാര് വിവാഹമോചനം ചെയ്ത സ്ത്രീകളെ വിവാഹിക്കുന്നതിൽ സത്യവിശ്വാസികൾക്ക് കുറ്റമില്ല എന്ന് തെളിയിക്കാൻ എന്ന വാക്യം വിവാഹത്തിന് പിന്നിലെ ലക്ഷ്യം സുവ്യക്തമാക്കിയിരിക്കുന്നു. ഇമാം റാസി പറയുന്നു, എന്റെ റാസിയുടെ ഇബാറത്ത് കൊടുത്തിട്ട് ഉസ്താദ് എഴുതുന്നത് നോക്കിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ റളിയല്ലാഹു അൻഹയെ വിവാഹിച്ചത് വികാര ശമനത്തിനു വേണ്ടിയായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ ശരീഅത്ത് നിയമങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എന്ന് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. റാസി 25/212 ഉന്നതരായ പ്രവാചകരെ കുറിച്ച് ഇത്തരം ബാലിശമായ വാദം ഉന്നയിക്കാൻ പാടില്ലെന്നും അതിലൊരുമ്പെടുന്നവർ മതത്തെക്കുറിച്ച് പഠിച്ചവരല്ലെന്നും തഫ്സീർ ഖുർത്തുബി വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർത്തുബിയുടെ ഉദ്ധരണി കൊടുത്തിട്ട് ഉസ്താദിന് അർത്ഥമെന്ന് കണ്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈദിന്റെ പത്നി സൈനബയെ ആഗ്രഹിച്ചു വിവാഹം ചെയ്തു എന്ന വാദം പ്രവാചകർ പാപസുരക്ഷിതരാണെന്ന വസ്തുത അറിയാത്തവരിൽ നിന്നും അവരുടെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നവരിൽ നിന്നും മാത്രമേ ഉണ്ടാവൂ. ഖുർത്തുബി 14/191, ജമൽ 3/438. ഇനിയും കേട്ടോളൂ, ഉസ്താദ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബയെ കണ്ടപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ജനിച്ചു എന്ന വിമർശകരുടെ വാദം നിരർത്ഥകമാണ്. ആക്ഷേപകർക്ക് ഇതിനൊരു തെളിവും ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്രായം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിരുന്ന തന്റെ ബന്ധു കൂടിയായ സൈനബയെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദർശിച്ചപ്പോൾ അനുരാഗമുണ്ടായി എന്ന് പറയുന്നത് യുക്തിസഹമല്ല. തഫ്സീർ ഖാസിം ഇത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഈ വിവാഹം സംബന്ധമായി ഒരു ആരോപണവും നബിക്ക് ബാധകമല്ല. അള്ളാഹു കൽപ്പിച്ച കാര്യം നടപ്പാക്കി എന്നത് മാത്രമേ ഇതുമൂലം സംഭവിച്ചിട്ടുള്ളൂ. ഈ വിഷയം സംബന്ധിച്ചുള്ള വിശദീകരണം ഗ്രഹിക്കുമ്പോൾ മേൽ ആയത്തെ അടിസ്ഥാനമാക്കി ചില സംശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സംശയത്തിന്റെ മറുപടിയും ഉസ്താദ് വ്യക്തമായി എഴുതിയിട്ട് അവസാനം ഉസ്താദ് എന്ന ആയത്തിനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടോളൂ. എന്ന വാക്യത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആക്ഷേപം അള്ളാഹു അറിയിച്ചതനുസരിച്ച് സൈനബയെ വിവാഹം ചെയ്തു തരുമെന്ന വിവരം ജനങ്ങളുടെ ആക്ഷേപം ഭയന്ന് മറച്ചുവെച്ചു എന്നത് മാത്രമാണ്. ഇത് സംബന്ധമായി തഫ്സീർ ഖാസിൻ വിവരിക്കുന്നു. ഖാസിന്റെ ഇബാറത്ത് വെച്ചിട്ട് ഉസ്താദ് വീണ്ടും എഴുതുന്നു, സൈനബ പിന്നീട് നബിയുടെ ഭാര്യയാവുമെന്നറിഞ്ഞത് മറച്ചുവെക്കേണ്ടതില്ലെന്ന അതവ് പഠിപ്പിക്കുന്നു എന്നതിനാണ് ഇത് തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം സൈദിനെ അറിയിക്കാതെ മറച്ചുവെച്ച് നിന്റെ ഭാര്യയെ ഭാര്യ ശേഷം എന്റെ ഭാര്യയാവുമെന്ന് സൈദിനോട് പറയാൻ ലജ്ജിച്ചത് മൂലം മാത്രമായിരുന്നു. ഖാസിൻ 3/469. പിന്നെയും അതാ ഉസ്താദ് വളരെ വിശദീകരിച്ചിട്ട് എഴുതാണ്, قال علماؤنا وهذا القول أحسن ما قيل في تأويل هذه الآية
വഹുവല്ലദീ അലൈഹി അഹ്ലു തഹ്ഖീഖ് മിനൽ മുഫസ്സിരീന വൽ ഉലമാഇർ റാസിഖീൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും നല്ല വ്യാഖ്യാനമാണിത്. മുഫസ്സിറുകളും നിപുണരായ പണ്ഡിതരും ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതാ സഹോദരന്മാരെ, ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന മർദൂദായ തള്ളപ്പെട്ട ചില ഖൗലുകളുണ്ട്. ആ ഖൗലുകൾ തള്ളപ്പെട്ടതാണെന്ന് തഫ്സീർ ഹാശിയത്തുൽ ജബലിൽ ജലാലൈനി എന്ന് മൗലവി പറഞ്ഞില്ലേ. ആ ജലാലിയുടെ ഹാശിയയിലെ ജബല്, അതിന്റെ ഹാശിയയിലെ സാവി, ആ സാവിയിലും അതുപോലെ ജബലിലുമൊക്കെ ഞങ്ങളുടെ സർവ്വ കിതാബിലും പറഞ്ഞിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് അതാ സൈനബിന്റെ മുഖത്ത് പെട്ടപ്പോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹമുണ്ടായി എന്ന് പറയുന്ന ആ ഖൗല് മർജൂദാണ്, തള്ളപ്പെട്ടതാണ്, സ്വീകാര്യോഗ്യമല്ല എന്ന് വ്യക്തമായി അതാ ജലാലയുടെ ഹാശികളിൽ പറഞ്ഞിട്ടില്ലേ. അത് മൗലവി മൂടി വെച്ചതല്ലേ. അതുപോലെ ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച കാന്തപുരം ഉസ്താദിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സാധാരണ മനുഷ്യരെ കുറിച്ച് പറയാൻ പറ്റാത്തത് പറഞ്ഞില്ലേ, എഴുതിയില്ലേ എന്ന് പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ മൗലവി ആഖിറത്തിലെത്തുന്ന സമയത്ത് സർവ്വ സുന്നി പണ്ഡിതന്മാരുടെ മുന്നിലും പ്രതിയാണ് കേട്ടോ. ഇനി ഈ മൗലവി പറഞ്ഞ ഒരു സംഗതിയും കൂടി അത് കേട്ടോളൂ. മൂപ്പര് പറയുന്നത്